ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം. അതേപോലെ തന്നെ ഇന്നിവിടെ 6 ഡിഗ്രി ആയിരുന്നു കേട്ടോ. രാവിലെ 7:30 തണുപ്പ്, ഭയങ്കര തണുപ്പാണ്, എന്നാലും നല്ലൊരു രസമാണ് കേട്ടോ. മറ്റേ ഞങ്ങൾ ഈ ഒരു ഞായറാഴ്ച ഈ ഒരു ഗുജറാത്തിലെ ഗ്രാമത്തിലകത്തേക്ക് ഇങ്ങനെ നടക്കാൻ പോകുമായിരുന്നു കേട്ടോ. നല്ല ഗ്രാമം, എന്താ പറയുക, ടൗണിൽ നിന്നൊക്കെ നല്ല ഉള്ളോട്ട് പോയിട്ട് അവിടെ പശുക്കളും അതേപോലെ തന്നെ അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ. പക്ഷെ അവർ വീഡിയോ ഒക്കെ എടുക്കാൻ സമ്മതിക്കും കേട്ടോ. ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ പോയാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് പോയിട്ടില്ല. ഏട്ടൻ ഇന്ന് പുലർച്ചയ്ക്കായിരുന്നു ഡ്യൂട്ടി. മറ്റെല്ലാ അധികം ഞായറാഴ്ചയും പോകാറുണ്ടായിരുന്നു. ഇന്ന് ഏട്ടനെ 4 മണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നേ. അപ്പം പിന്നെ ഞങ്ങൾ ഏട്ടൻ വന്നു കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടത്തേക്ക് പോയി, നമ്മുടെ മംഗൾ ബസാറിലേക്ക്. ഇവിടെ വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് സാധനങ്ങൾ, ബാഗ്, ഡ്രസ്സ്, അതേപോലെ നമുക്ക് കാതിൽ, കമ്മൽ, മാല, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ. മംഗൾ ബസാർ എന്നാണ് അത് പേര് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് പോയി പോകുന്ന വഴിയിലാണ് ഈ ഒരു സംഭവം കണ്ടത്. കുറച്ച് റൈഡൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ഇതിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഒരു ജീപ്പ് വേണമെന്ന് കുറേ ആയി പറയുന്നു. പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ല. ഇത് ആൺപിള്ളേർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കളിക്കാമല്ലോ. ഇവിടെ ഒരു പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ല. നമുക്ക് സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയൻ വിളിച്ച് എങ്ങനെ അവൻ്റെ അടുത്ത് പറയും, എനിക്ക് വേണം മാമ. അവൻ പറയും, മാമൻ വേഗം വാങ്ങിച്ചു തരാം കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, എന്തോ നടക്കുന്നുണ്ട്. ഒക്കെ നോക്കി ഞങ്ങളിങ്ങനെ ഈ ഒരു സ്ഥലത്തേക്ക് പോകാം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ പോകാൻ. ഇവിടെ ഒരു സൂർസാഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേക്ക് ഉണ്ട്. നമ്മുടെ ശിവഭഗവാന്റെ ഈ ഒരു സ്റ്റാച്ചു ഇങ്ങനെ വലിയൊരു കുളമോ അങ്ങനെ എന്തോ സംഭവമാണ്. അതിൻ്റെ അകത്ത് ഈ ഒരു ശിവഭഗവാന്റെ ഇങ്ങനെ സ്റ്റാച്ചു ഇങ്ങനെ വെച്ചിട്ടുള്ള നല്ല രസമാണ് കാണാൻ. ഇവിടെ ഗണപതി ഇതുണ്ടാവുമല്ലോ, നമ്മൾ എന്താ പറയുക അതിന്, ഗണേശോത്സവത്തിന് ഗണപതിൻ്റെ ഈ ഒരു ഇത് നിമഞ്ജനം ചെയ്യുക ഈ ഒരു ഇവിടെ കേട്ടോ. അതപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. ഇവിടെ ഫുള്ള് ദീപങ്ങളൊക്കെ തെളിയിച്ചിട്ട് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൂർസാഗർ ലേക്കിൻ്റെ അടുത്തായിട്ട് വരും ഈ ഒരു മംഗൾ ബസാറിൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് തന്നെ റോഡ് സൈഡിലൊക്കെ ഫുൾ ഇങ്ങനത്തെ കുഞ്ഞു കച്ചവടക്കാരാണ് കേട്ടോ. അവിടെ ഒരുപാട് നല്ല റേറ്റ് കുറവുണ്ട് തന്നെ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇവിടെ മറ്റേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ പേര്, കുണാൽച്ച റസ്ത, അവിടെയൊക്കെ പോയിട്ടുണ്ട്. അതും അവിടെ ഫുള്ള് ഡ്രസ്സാണ് കേട്ടോ. അവിടെ ഡ്രസ്സിന് എന്താ പറയുക, നല്ല റേറ്റ് കുറവാണ്. നമ്മൾ കോഴിക്കോട്, എൻ്റെ വീട് കോഴിക്കോടാണ്, ഏട്ടൻ്റെ വീട് കണ്ണൂരാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് മിഠായി തെരുവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടത്തേക്കാട്ടും റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ചില സാധനത്തിനൊക്കെ മിഠായി തെരുവിന് വെല്ലാൻ വേറൊന്നും പറ്റത്തില്ല. അപ്പം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ബൈക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ടാലുണ്ടല്ലോ ചില സമയത്ത് ലോറിയിൽ കയറ്റിയിട്ട് അങ്ങ് കൊണ്ടുപോകും. ഒരിക്കലും ഞങ്ങളിവിടെ ഒരു സൂ ഉണ്ട്, നമ്മുടെ ഈ സൂവിൻ്റെ പേരെന്തായാലും വിളി, സയാജിയിൽ പോയപ്പോൾ അല്ലേ ഞങ്ങൾ ബൈക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ എല്ലാം കുറേ ആൾ നിർത്തിയിട്ടടുത്ത് തന്നെ നിർത്തി. നമ്മൾ വരുമ്പോഴേക്കുണ്ട് കുറേ ആൾ ബൈക്കൊക്കെ അപ്പോൾ എടുത്ത് വണ്ടിയിൽ കയറ്റിയിട്ടിട്ട് തൂക്കിയെടുത്തിട്ട് വണ്ടിയിലിട്ട് കൊണ്ടുവന്നു. അപ്പം ബൈക്ക് വെക്കാനൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി വെച്ച് ഞങ്ങളിതാ ആ ഒരു മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെരുപ്പിനൊക്കെ ഉണ്ടല്ലോ 100 രൂപയാണ്. അപ്പോൾ ഞാൻ 2-3 ചെരുപ്പൊക്കെ എടുത്ത് നോക്കി. ഈ ഒരു ചെരുപ്പ് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു പുള്ളി ചെരുപ്പ് കണ്ടില്ലേ, അതെൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോഴായി ഒരു ചെരുപ്പ് കാണുന്നത്. അത് വാങ്ങി പിന്നെ ഇവിടുന്ന് ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ബാഗിന് 200 രൂപയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ. ആ ഒരു 200 രൂപയ്ക്കൊന്നും നമുക്കത് കിട്ടത്തില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നല്ലൊരു ബാഗായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ വേറെ നോക്കി. പിന്നെ എനിക്കും നെച്ചുവിനും ഒരു സെറ്റർ വാങ്ങണുണ്ടായിരുന്നു. മോക്കും വാങ്ങണമായിരുന്നു, എനിക്കും വാങ്ങണമായിരുന്നു. തണുപ്പ് ഇങ്ങനെ കൂടി വരിക. ഇനിയിപ്പോൾ റിപ്പബ്ലിക്കൊക്കെ ആയാൽ ഏട്ടൻ്റെ യൂണിറ്റിൽ പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒരിത് വാങ്ങണം. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ ഇവിടുന്ന് ഈ ഒരു കുഞ്ഞു ടേബിളുണ്ടല്ലോ, അതിന് എത്ര പൈസയാണെന്നൊക്കെ ചോദിച്ചു. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഒരാളടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഏതോ ഒരു സൈഡിൽ കുറച്ചും കൂടെ വില കുറവിന് ഇതൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ 300 രൂപയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് വില വീശിയാൽ കുറച്ചും കൂടെ റേറ്റ് കുറച്ച് തരും. പിന്നെ അത് അവിടുന്ന് ഒരു ഇത് കഴിച്ചു കേട്ടോ, വേൽപൂരി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് പക്ഷേങ്കിൽ തൈരൊക്കെ ഒഴിച്ചിട്ട് എനിക്കിഷ്ടമായില്ല. ഏട്ടൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു കല്യാണമൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് എനിക്കൊരു പിസ്സ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ പിസ്സ തിന്നണത്. അപ്പോൾ ആ പിസ്സ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് തിന്ന് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പിസ്സേൻ്റെ ഒരു ഇത് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത്രയേ ഉള്ളൂ.